കഥയെ ആരംഭിക്കുന്നത് അഫ്ഗാനിൽ നിന്നുമാണ്. താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിൽ അങ്ങോട്ടേക്ക് വിദേശിയായ ഒരു പത്രപ്രവർത്തകൻ എത്തുകയായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ അയാളോട് എസ് പാണ്ഡി എന്ന പേരുള്ള ഒരു യുവാവ് $1 ചോദിച്ചു. അയാൾക്ക് അവിടെ വേണ്ട സഹായങ്ങൾ താൻ ചെയ്തു നൽകാം എന്ന് പറഞ്ഞായിരുന്നു $1 ആവശ്യപ്പെട്ടത്. എസ് പാണ്ഡിക്ക് അയാൾ $1 കൊടുത്തു. പിന്നാലെ തന്റെ വീഡിയോ ക്യാമറയിൽ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ തുടങ്ങി. ആ സമയമായിരുന്നു അതുവഴി ഒരു ലേഡിയും അവരുടെ മകളും വന്നത്. എസ് പാണ്ഡി അവരുടെ അടുത്തെത്തി അവരെ ഭീഷണിപ്പെടുത്തി പൈസ ചോദിക്കാൻ ആരംഭിച്ചു. സിനിമയിൽ ഈ ഒരു അവസരത്തിൽ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല. തൽക്കാലം നമുക്കവളെ മറീന എന്ന് വിളിക്കാം. പെട്ടെന്ന് അതുവഴി ഒരു പഴക്കച്ചവടക്കാരൻ വേഗത്തിൽ തന്റെ കാർട്ടും തള്ളിപ്പോയി. തൊട്ടുപുറകെ അവിടുത്തെ സ്ത്രീകളുടെ ഒരു റാലി തന്നെ വരുന്നുണ്ടായിരുന്നു. കൂടുതലും വിധവകളായ സ്ത്രീകളായിരുന്നു റാലിയിൽ പങ്കെടുത്തിരുന്നത്. മുദ്രാവാക്യങ്ങൾ ഉയർത്തി അവർ മുമ്പോട്ടേക്ക് നീങ്ങി. താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾക്ക് തനിച്ച് പുറത്തിറങ്ങാൻ അവകാശമുണ്ടായിരുന്നില്ല. ഭർത്താവോ ആൺകുട്ടിയോ ആരെങ്കിലും എപ്പോഴും അവരുടെ കൂടെ വേണം. പുറത്തിറങ്ങിയാലേ അവർക്ക് ജോലിക്ക് പോവാനോ പഠിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. താലിബാന്റെ നിയമങ്ങൾ അത്രയും പൂർണ്ണമായും സ്ത്രീവിരുദ്ധമായിരുന്നു. അതിനെതിരെയാണ് സ്ത്രീകളുടെ ആ റാലി നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. വിധവയായ സ്ത്രീകളാണ്, വീട്ടിൽ മറ്റാരുമില്ല. അവർ ജോലിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിക്കും? അതൊക്കെയായിരുന്നു അവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം. മറീന ആ കൂട്ടത്തെ കണ്ട് ഭയന്നു. എപ്പോൾ വേണമെങ്കിലും താലിബാന്റെ ആളുകൾ അങ്ങോട്ടേക്കെത്താം. മറീന തന്റെ അമ്മയ്ക്കൊപ്പം വേഗം അവിടെ നിന്ന് പുറത്തു കടന്നു. വൈകാതെ താലിബാന്റെ ആളുകൾ അങ്ങോട്ടേക്കെത്തി സ്ത്രീകളുടെ ആ റാലി ആക്രമിച്ചു. സ്ത്രീകൾക്ക് തനിച്ച് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഒന്നുകിൽ ഭർത്താവിനൊപ്പം അല്ലെങ്കിൽ മകനൊപ്പമൊക്കെ പുറത്തിറങ്ങാം. അല്ലാതെ പുറത്തിറങ്ങിയാൽ താലിബാൻ അവരെ അടിമകളാക്കും. താലിബാൻ എത്തി ആക്രമണം തുടങ്ങിയതോടെ സ്ത്രീകൾ പേടിച്ചോടാൻ തുടങ്ങി. ആ കൂട്ടത്തിനിടയിൽ മറീനയും അമ്മയും പെട്ടിട്ടുണ്ടായിരുന്നു. ചിലരെയൊക്കെ താലിബാൻ പിടികൂടി ബന്ദിയാക്കി. മറീനയും അമ്മയും ഭാഗ്യം കൊണ്ട് അവിടെ ഒരു വീട്ടിൽ കയറി സുരക്ഷിതരായി. മറീന വല്ലാതെ ഭയന്നിരുന്നു. ഭയന്ന് അവൾ കരഞ്ഞു. വാതിലൂടെ ഒളിഞ്ഞ് പുറത്തു നോക്കിയപ്പോ സ്ത്രീകൾ വിരണ്ടോടിയിരിക്കുന്നു. ഇതിനിടയിൽ ആരുടെയോ കുട്ടി നഷ്ടപ്പെട്ട പോലെ ആ തെരുവിൽ നടക്കുന്നു. ചില സ്ത്രീകളെ പിടികൂടി താലിബാൻ ജയിലിൽ അടച്ചു. ആ സ്ത്രീകളാണെങ്കിൽ കരഞ്ഞു പറയുന്നുണ്ട്, ഞങ്ങളെ വിട്ടയക്കണം, വീട്ടിൽ കുട്ടികളുണ്ട്. താലിബാൻ പക്ഷേ അതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ജേർണലിസ്റ്റ് ആകട്ടെ ഇതൊക്കെ വീഡിയോ പകർത്തുകയാണ്. ഒരു താലിബാൻ മെമ്പർ അങ്ങോട്ടേക്ക് വന്ന് ജേർണലിസ്റ്റിന്റെ വീഡിയോ ക്യാമറ അടിച്ചു തകർത്തു. പിന്നാലെ മറീനയും അവളുടെ അമ്മയും അവിടുള്ള ഒരു ആശുപത്രിയിലെത്തി. മറീനയുടെ അമ്മ ആശുപത്രിയിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടാൻ പോവുകയാണ്. ഹോസ്പിറ്റൽ ഡയറക്ടർ താലിബാനെ ഭയന്ന് അഫ്ഗാനിൽ നിന്ന് പുറത്തേക്ക് പോയത്രേ. അവിടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്ററോട് മറീനയുടെ അമ്മ സംസാരിച്ചു. താൻ ഇവിടുത്തെ സാധാരണ ജോലിക്കാരനാണെന്നും കാര്യങ്ങളൊന്നും തനിക്കറിയില്ല എന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. മറീനയുടെ അമ്മയ്ക്ക് 4 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. അത് കിട്ടാതെ എങ്ങനെ താൻ പോകും, എങ്ങനെ ജീവിക്കും എന്നാണ് അവരുടെ ചോദ്യം. തനിക്കൊന്നും അറിയില്ല എന്നയാൾ കൈമലർത്തി. അയാളുടെ അവസ്ഥയും മോശമായിരുന്നു. അയാളുടെ കൂടെയല്ലാതെ പുറത്തിറങ്ങിയതിന് അയാളുടെ ഭാര്യയെ താലിബാൻ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. ആശുപത്രിയിൽ ഡോക്ടേഴ്സ് പോലുമില്ല. ഡോക്ടേഴ്സിനെ അടക്കം താലിബാൻ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വ്യക്തി വന്നത്. തന്റെ അച്ഛന്റെ അവസ്ഥ മോശമാണ് എന്നയാൾ മറീനയുടെ അമ്മയോട് പറഞ്ഞു. അവർ അങ്ങോട്ടേക്ക് ചെന്നു. ആ വൃദ്ധന്റെ അവസ്ഥ കണ്ട് അയാൾക്ക് കുറച്ചു നേരം ഓക്സിജൻ മാസ്ക് വെച്ചു. പക്ഷെ ഓക്സിജൻ തീർന്നിരുന്നു. ആശുപത്രിയിൽ വേറെ ഓക്സിജൻ ഇല്ല. അയാൾ IV കൊടുക്കണം. വേറെ IV ഇല്ലാത്തതുകൊണ്ട് അടുത്ത് കിടന്ന വ്യക്തിയുടെ IV ഊരി മറീന അയാൾക്ക് ഇഞ്ചക്ട് ചെയ്തു. ആശുപത്രിയുടെ അവസ്ഥ കൂടുതൽ മോശമാണ്. മരുന്നുകൾ പോലുമില്ല. പെട്ടെന്നായിരുന്നു അന്വേഷണത്തിന് താലിബാൻകാർ അങ്ങോട്ടേക്ക് വന്നത്. പേടിച്ച മറീന അമ്മയുടെ പർദ്ദക്കുള്ളിൽ കയറി ഒളിച്ചു. അങ്ങോട്ടേക്കെത്തിയ താലിബാൻ മെമ്പർ ചോദിച്ചു, ഇവിടെ വിദേശി വനിതകളായ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നായിരുന്നു മറീനയുടെ അമ്മ പറഞ്ഞത്. പിന്നാലെ അവർ മറീനയുടെ അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെ? അവിടുണ്ടായിരുന്ന സുഖമില്ലാതെ കിടന്ന ആ വ്യക്തിയുടെ മകനുണ്ടായിരുന്നല്ലോ. അയാൾ പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയായിട്ടാണോ അന്യപുരുഷനോട് ഇങ്ങനെ സംസാരിക്കാൻ വിട്ടത് എന്ന് പറഞ്ഞ് താലിബാൻ ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവിടെ നിന്ന് പോയി. അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം മറീനയുടെ അമ്മയും മറീനയും രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ ഒഴിപ്പിക്കുകയാണ്. അയാൾക്കും അയാളുടെ പ്രായമേറിയ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ആ സമയം മറീന ഒരു കാഴ്ച കൂടി കണ്ടു. ഒരു ഫോറിൻ ഡോക്ടറെ താലിബാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ സമയമാണ് മറീനയുടെ അമ്മ അയാളോട് ചോദിച്ചത്, നിങ്ങളുടെ അച്ഛനെ വീട്ടിൽ വന്ന് ഞാൻ പരിപാലിച്ചാൽ എനിക്ക് നിങ്ങൾ പണം തരുമോ? തരാമെന്ന് അയാൾ പറഞ്ഞു. മറീനയും അമ്മയും കൂടി അയാളുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോയി. സുഖമില്ലാതെ കിടന്ന അയാളുടെ അച്ഛന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോ തിരികെ പോരാൻ നേരം അയാളോട് തന്നെ തങ്ങളൊന്ന് വീട്ടിലേക്ക് എത്തിക്കാമോ? താലിബാൻ പിടിച്ചാൽ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞു. നല്ല മനുഷ്യനായ അയാൾ അവരെ വീട്ടിലേക്ക് എത്തിക്കാം എന്ന് സമ്മതിച്ചു. പോകുന്ന വഴിയിൽ സൈക്കിളിലുള്ള യാത്രയിൽ മറീനയുടെ അമ്മയുടെ കാലുകൾ വെളിയിൽ കാണാമായിരുന്നു. താലിബാന്റെ ആളുകൾ അവരെ തടഞ്ഞു നിർത്തി. മറീനയുടെ അമ്മയുടെ കാലുകൾ വെളിയിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് വലിയ രീതിയിൽ ശകാരിച്ചു, കുറ്റപ്പെടുത്തി. വസ്ത്രം ഉപയോഗിച്ചത് മറയ്ക്കാൻ പറഞ്ഞ ശേഷമായിരുന്നു അവർ പറഞ്ഞയച്ചത്. എന്തായാലും മറീനയും അമ്മയും
അവരുടെ വീട്ടിലേക്കെത്തി. അവരുടെ വീട്ടിൽ അവരെ കൂടാതെ മറീനയുടെ മുത്തശ്ശി മാത്രമേയുള്ളൂ. മറീനയുടെ അച്ഛൻ റഷ്യൻ വാറിൽ കൊല്ലപ്പെട്ട വ്യക്തിയായിരുന്നു. ആഭ്യന്തര കലാപം കൊടുമ്പിരി കൊണ്ട കാലമാണ്. ഇത്രനാളും ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് എങ്ങനെയൊക്കെയോ മറീനയുടെ അമ്മ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിയും അടച്ചിരിക്കുന്നു. എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നൊരു പിടുത്തവുമില്ല. മറീനയുടെ അമ്മ വലിയ ആവലാതിയിലായിരുന്നു. മറീനയ്ക്ക് പകരം ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ നിമിഷം ആ അമ്മ ആഗ്രഹിച്ചു. ഏറ്റവും കുറഞ്ഞത് വീട്ടിലേക്ക് അവന് 2 റൊട്ടിയെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരാൻ പറ്റും. അവന്റെ കൂടെ എനിക്ക് പുറത്തുമിറങ്ങാം. ദൈവം പെണ്ണുങ്ങളെ സൃഷ്ടിക്കുകയേ ചെയ്യാതിരുന്നെങ്കിൽ എന്നൊക്കെ അവർ സ്വയം വേദനിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം മുത്തശ്ശി സംസാരിച്ചു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാ. അവർ തുല്യരാണ്. വേഷഭൂഷാദികളിലെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒരാണൊരു ബുർക്കയിട്ട അവനെ കണ്ട പെണ്ണാണെന്ന് തോന്നും. ഒരു പെണ്ണ് മുടിവെട്ടി ആണുങ്ങളുടെ വസ്ത്രം ധരിച്ച അവളെ കണ്ടാലും ഒരാണാണെന്നേ തോന്നൂ. അപ്പോഴാണ് ഒരു ആലോചന വന്നത്. മറീനയുടെ മുടിവെട്ടി ആണുങ്ങളുടെ വസ്ത്രം ധരിച്ച് അവളെ പുറത്തുവിട്ട് ജോലിക്കയച്ചാൽ അവർക്ക് ജീവിക്കാമല്ലോ എന്ന്. മറീനയ്ക്ക് പക്ഷെ അത് കേട്ടതും വലിയ ഭയം തോന്നി. താലിബാൻ പിടിച്ചാൽ ജീവൻ വരെ ഇല്ലാതാകാം. പക്ഷെ കുടുംബത്തിന്റെ അവസ്ഥ കഷ്ടമാണ്. കഴിക്കാൻ ഭക്ഷണം പോലുമില്ല. അതല്ലാതെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മറീനയെ കൺവിൻസ് ചെയ്യിക്കാൻ മറീനയുടെ അമ്മയും മുത്തശ്ശിയും ശ്രമിച്ചു. ഒരുപാട് ആലോചിച്ച് പേടിയോടെയാണെങ്കിലും മനസ്സില്ലാ മനസ്സോടെ മറീന അതിന് സമ്മതിച്ചു. അവളുടെ മുടി മുറിച്ചു. അവളുടെ അച്ഛന്റെ വസ്ത്രങ്ങൾ ചെറുതാക്കി അവൾക്ക് ധരിപ്പിക്കപ്പെട്ടു. മുടിമുറിച്ച ശേഷം കണ്ണാടിയിൽ അവൾ ആദ്യമായി തന്റെ മുഖം കണ്ടപ്പോ വളരെ വലിയ വിഷമം തന്നെ അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ സർവൈവ് ചെയ്യണം, അതാണല്ലോ ഏറ്റവും വലുത്. അടുത്ത ദിവസം ആണിനെ പോലെ വേഷം കിട്ടിയ മറീനയ്ക്കൊപ്പം അമ്മയും ചേർന്ന് തലേന്നവർ പരിപാലിക്കാൻ പോയ ആ വൃദ്ധനുണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് പോയി. കുറച്ച് പണം കിട്ടും. തലേന്നത്തെ സേവനത്തിനൊക്കെ വേണ്ടി വീട്ടിലേക്ക് ഭക്ഷണമെങ്കിലും വാങ്ങിക്കാം എന്നതായിരുന്നു കണക്കുകൂട്ടൽ. അവിടെ എത്തിയപ്പോഴോ ആ വൃദ്ധൻ മരണപ്പെട്ടിരിക്കുന്നു. മറീനയുടെ അമ്മയ്ക്ക് വലിയ ദുഃഖം തന്നെ തോന്നി. ആകെയുള്ള ഒരു വരുമാന പ്രതീക്ഷയായിരുന്നു, അതും ഇല്ലാതാകുന്നു. വൃദ്ധന്റെ മകൻ മറീനയുടെ അമ്മയ്ക്ക് സേവനങ്ങൾക്ക് കുറച്ച് പണം കൊടുത്തു. വൈകാതെ അവർ തിരികെ വീട്ടിലേക്ക് എത്തി. അന്ന് ഉറങ്ങാൻ കിടന്ന മറീന ദുസ്വപ്നങ്ങൾ കണ്ടു. തന്റെ വേഷം കെട്ടൽ താലിബാൻ കണ്ടുവെന്നും തന്നെ പിടിച്ചുവെന്നുമൊക്കെയുള്ള ദുസ്വപ്നങ്ങളായിരുന്നു അത്. എന്തായാലും അടുത്ത ദിവസവും ആണുങ്ങളെപ്പോലെ വേഷം കെട്ടി മറീന അമ്മയ്ക്കൊപ്പം പുറത്തിറങ്ങി. അന്ന് വഴിയിൽ വെച്ച് എസ്പാണ്ടി മറീനയെ കണ്ടു. ആൺവേഷത്തിലായിരുന്നിട്ടും എസ്പാണ്ടി മറീനയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പിന്നാലെ എസ്പാണ്ടി പണം ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തി. നീ ഇന്നലെ കണ്ട ആ പെൺകുട്ടിയല്ലേ? മര്യാദക്ക് എനിക്ക് പണം തന്നോ, ഇല്ലെങ്കിൽ ഈ സത്യം ഞാൻ എല്ലാവരോടും വെളിപ്പെടുത്തും. നീ പെൺകുട്ടിയാണെന്ന്. എസ്പാണ്ടി അവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചു. പണമുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ഒന്നും മിണ്ടാതെ മറീന അവിടെ നിന്ന് മാറിപ്പോയി. അവർ അവിടെ നിന്ന് നേരെ പോയത് ഒരു കടയിലേക്കായിരുന്നു. കരീം എന്ന പേരുള്ള വ്യക്തി നടത്തുന്ന കടയാണ്. പാൽ കച്ചവടക്കാരൻ. കാബൂൾ വാറിൽ സോവിയറ്റ് യൂണിയനെതിരെ പൊരുതിയവരിൽ അയാളും ഉണ്ടായിരുന്നു. മറീനയുടെ അച്ഛന്റെ കൂട്ടുകാരനാണ്. അവളുടെ അച്ഛൻ യുദ്ധത്തിലുണ്ടായിരുന്നപ്പോ കരീമും കൂടെയുണ്ടായിരുന്നു. മറീനയുടെ അമ്മയെത്തി കരീമിനോട് സംസാരിച്ചു. താൻ ആരാണെന്ന് പരിചയപ്പെടുത്തി. കരീം പെട്ടെന്ന് തന്നെ അവരെ ഓർത്തെടുത്തു. കൂട്ടുകാരന് ഒരു മകളുണ്ടായിരുന്നല്ലോ എന്ന കാര്യം മറീനയുടെ അമ്മയോട് അവർ ചോദിച്ചു. ദാ എന്റെ കൂടെയുള്ള ഈ കുട്ടിയാണത് എന്ന് മറീനയുടെ അമ്മ പറഞ്ഞതും അയാൾ ഒന്ന് ഞെട്ടി. ആൺവേഷം ധരിച്ച പെൺകുട്ടി. പേടിച്ച് അയാൾ ഉടനെ അവരെ അകത്തേക്ക് കയറ്റി. താലിബാൻ വല്ലതും കണ്ടാൽ അയാൾക്കടക്കം ശിക്ഷ കിട്ടും എന്ന് ഭയന്നിട്ടായിരുന്നു അത്. നിങ്ങളിങ്ങനെ പുറത്തിറങ്ങുന്നത് അപകടമാണ്. എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങിയത്? കരീം ചോദിച്ചു. വേറെന്ത് ചെയ്യാനാ, ഞങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല. മുഴുപട്ടിണിയിലാണ്. വേദനയോടെ അവർ മറുപടി പറഞ്ഞു. കഴിയുമെങ്കിൽ മറീനയ്ക്ക് അവിടെ ഒരു ജോലി കൊടുക്കാമോ എന്നും അവർ ചോദിച്ചു. ഉടൻ കരീം പറഞ്ഞു, ഈ കട നടത്തിക്കൊണ്ടു പോയിട്ട് എനിക്ക് ജീവിക്കാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരാളെ കൂടി ഇവിടെ ജോലി കൊടുത്ത് ഞാൻ അയാൾക്ക് എന്തു കൊടുക്കാനാ? മറീനയുടെ അമ്മ പറഞ്ഞു. ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടിയാൽ മതി, മറ്റൊന്നും തന്നെ വേണ്ട. അവരുടെ അവസ്ഥ കരീമിനും മനസ്സിലാവുമായിരുന്നു. മറീനയെ തൽക്കാലം അവിടെ ജോലിക്ക് നിർത്താമെന്ന് അയാൾ സമ്മതിച്ചു. അന്ന് തിരികെ പോവാൻ നേരം കുറച്ച് പാലും കൊടുത്തിട്ടായിരുന്നു കരീം അവരെ അയച്ചത്. അടുത്ത ദിവസം മറീന അവിടെ ജോലിക്കെത്തി. ജോലിയിലായിരിക്കെ പുറത്ത് താലിബാന്റെ വണ്ടി വന്നു. മറീന വല്ലാതെ പേടിച്ചിരുന്നു. കരീം അത് നോക്കിക്കണ്ടു. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് അവളുടെ കാലിൽ കിടക്കുന്നത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണ്. ഉടൻ തന്നെ അത് മാറ്റി കരീം അവൾക്ക് ആണുങ്ങളുടെ ചെരുപ്പെടുത്തു കൊടുത്തു. പിന്നാലെ പറഞ്ഞു, പതിയെ ശബ്ദം താഴ്ത്തി ഗൗരവത്തിൽ സംസാരിക്കണം, ഇല്ലെങ്കിൽ ആളുകൾക്ക് ചിലപ്പോ സംശയം തോന്നും. തൊട്ട് പിന്നാലെ കടയിലേക്കൊരാൾ വന്നു. പ്രാർത്ഥനയ്ക്കായി കരീമിനെ വിളിക്കാൻ വന്നതായിരുന്നു അയാൾ. അവിടുണ്ടായിരുന്ന മറീനയെയും കരീം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മറീനയെ അവിടെ തനിച്ചാക്കി പോവാൻ പറ്റില്ലായിരുന്നു. ആളുകൾക്ക് സംശയം തോന്നാം. വൈകാതെ മതപ്രഭാഷണത്തിലും പ്രാർത്ഥനയിലും അവർ പങ്കെടുത്തു. നേരത്തെ കരീമിനെ പള്ളിയിലേക്ക് വിളിക്കാൻ വന്നല്ലോ. അയാൾ മറീനയുടെ പിന്നിൽ തന്നെയായിരുന്നു ഇരുന്നത്. മറീനയുടെ കാര്യത്തിൽ അയാൾക്ക് സംശയങ്ങൾ തോന്നിയിരുന്നു. അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് മറീനയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ കരീം ശ്രമിച്ചു. പോകുമ്പോ പാലും ഒരു തണ്ണിമത്തനും കൊടുത്തു. ഇരുട്ടാവുന്നതിനു മുമ്പ് വീടെത്തണം എന്ന് പ്രത്യേകം പറഞ്ഞു. മറീന
മറീന അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോ പുറത്ത് അല്പം പ്രായമേറിയൊരു വൃദ്ധനുണ്ടായിരുന്നു. അയാൾ മറീനയെ സൂക്ഷ്മമായി നോക്കി. മറീന മുമ്പോട്ടേക്ക് നടന്നു. വൃദ്ധൻ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. മറീനയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഒരു തരത്തിൽ ഓടിയവൾ വീട്ടിലെത്തി. ആ വൃദ്ധനും അവളെ പിന്തുടർന്ന് അവളുടെ വീട് വരെ ചെന്നിരുന്നു. വേഗത്തിൽ വാതിലടച്ച് പേടിയോടി അകത്ത് കടന്ന മറീന അമ്മയോട് പറഞ്ഞു, പുറത്ത് താലിബാന്റെ ആളുകൾ എത്തിയിട്ടുണ്ട്. മറീന വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി അവളെ ആശ്വസിപ്പിച്ചു. മറീനയുടെ അമ്മ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അവിടെങ്ങും ആരുമുണ്ടായിരുന്നില്ല. തിരികെ എത്തിയ മറീനയുടെ അമ്മ അവളെ കുറ്റപ്പെടുത്തി. നീ എന്തിനാ ഇങ്ങനെ പേടിച്ചത്? നിന്റെ പേടി കണ്ട് അയാളുടെ സംശയം തന്നെ വർദ്ധിച്ചിട്ടുണ്ടാകും. പിന്നാലെ മറീനയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും ഫോട്ടോസും അടക്കം അവളുടെ അമ്മ കത്തിച്ചു കളഞ്ഞു. മറീന എന്നൊരു പെൺകുട്ടിയെ അവിടെ ഇല്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു അത്. കരീമിന്റെ കടയിൽ മറീനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവനൊരു അനാഥനെന്ന മട്ടിലാണ്. അതാവുമ്പോൾ മറീനയെ ആരും തിരിച്ചറിയില്ലല്ലോ എന്ന് മറീനയുടെ അമ്മ പ്രതീക്ഷിച്ചു. അടുത്ത ദിവസം മുതൽ ലോകത്തിന് അവൾ വെറും ഒരു പയ്യൻ മാത്രമാണ്. അച്ഛനും അമ്മയും ആരുമില്ലാത്ത ഒരു അനാഥ പയ്യൻ. അടുത്ത ദിവസവും മറീന ജോലിക്കെത്തി. ജോലി ചെയ്യുന്ന സമയത്ത് തലേന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി വിളിക്കാൻ വന്ന വ്യക്തിയുണ്ടല്ലോ, അയാൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. മറീനയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതായിരുന്നു അയാൾ. അയാൾക്കൊപ്പം ചെല്ലാൻ വേണ്ടി മറീനയോട് അയാൾ ആവശ്യപ്പെട്ടു. കരീം മുന്നിൽ വന്ന് എന്തിനായെന്ന് ചോദിച്ചു. ആൺകുട്ടികൾ എല്ലാവരും മദ്രസയിൽ പോകണമെന്നും അതിനിവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് എന്നുമായിരുന്നു അയാളുടെ മറുപടി. മുല്ല സാഹിബ് എന്നായിരുന്നു അയാളെല്ലാവരും വിളിച്ചിരുന്നത്. കരീം മുല്ല സാഹിബിനോട് പറഞ്ഞു, ഇവനൊരു അനാഥനാണ്, ഇവനെ അങ്ങനെ അങ്ങോട്ടേക്ക് വിടണ്ടല്ലോ. പക്ഷെ കരീമിന്റെ വാക്കുകൾ അയാൾ കേട്ടില്ലെന്ന് മാത്രമല്ല, മറീനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ പ്രദേശത്തെ മറ്റു കുട്ടികളെയും മദ്രസയിലേക്ക് വിളിച്ച് കൂട്ടമായി അയാൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മറീന അതിനുള്ളിൽ പെട്ടു. ആ കൂട്ടത്തിൽ എസ്പാണ്ടിയും ഉണ്ടായിരുന്നു. മറീനയ്ക്കും എസ്പാണ്ടിക്കും പരിചയമുണ്ടല്ലോ. എസ്പാണ്ടി പക്ഷേ മറീനയെ കാട്ടിക്കൊടുത്തില്ല. മറീന എസ്പാണ്ടിയോട് ചോദിച്ചു, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ താലിബാൻ സൈന്യത്തിൽ ചേരാൻ ഫൈറ്റ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി പോവുകയാ. എസ്പാണ്ടി ബില്ലാദിന്റെ വലിയ ആരാധകനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലാണ് ചേരാൻ പോകുന്നത് എന്നൊക്കെ ആവേശത്തോടെ അവൻ പറയുന്നുമുണ്ട്. അങ്ങനെ അവർ മദ്രസ എന്ന് വിളിക്കപ്പെടുന്ന ഇടത്തേക്കെത്തി. അവിടെ വെച്ച് താലിബാനെ പോലെ എല്ലാവരുടെയും തലയിൽ തലയെക്കെട്ടി കെട്ടിപ്പിക്കപ്പെട്ടു. മറീനയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. എസ്പാണ്ടി മറീനയ്ക്ക് പറഞ്ഞുകൊടുത്തു, നമ്മളെ താലിബാനാക്കി മാറ്റാൻ പോവുകയാണ്. മറീനയ്ക്ക് തലയെക്കെട്ട് കെട്ടുവാൻ എസ്പാണ്ടി സഹായിച്ചു. അതൊരു മിലിറ്ററി ട്രെയിനിങ് സ്കൂൾ പോലായിരുന്നു. മതപരമായ കാര്യങ്ങളും സൈനിക അഭ്യാസവുമൊക്കെ അവിടെ കുട്ടികളെ പഠിപ്പിച്ചു. പഠന സമയം കഴിഞ്ഞപ്പോ കുട്ടികൾ കളിക്കാൻ തുടങ്ങി. മറീന ഒക്കെ നോക്കി നിൽക്കുകയാണ്. എസ്പാണ്ടി അവിടെ ഒരു മരത്തിൽ കയറിയിരുന്നു. മറീനയെ അതിന് മുകളിലേക്ക് കയറാൻ അവൻ വിളിച്ചു. അവൾക്ക് കയറാൻ കുറച്ച് ഭയമുണ്ടായിരുന്നു. എസ്പാണ്ടിയുടെ സഹായത്തോടെ ഒടുവിൽ അവൾ ആ മരം കയറി. പക്ഷേ ഇറങ്ങാൻ കൂടുതൽ ഭയം തോന്നുന്നു. ഒടുവിൽ എസ്പാണ്ടി തന്നെ അതിനും സഹായിച്ചു. മറീനയുടെ കാലിൽ ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സമയം അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ തുടർച്ചയായി മറീനയുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ടായിരുന്നു. മുല്ല സാഹിബ് അയാളോട് സംസാരിക്കുന്നുമുണ്ട്. മറീന ഒരു പെൺകുട്ടിയാണ് എന്ന കാര്യം അയാൾക്ക് സംശയമുണ്ടോ എന്ന് പോലും സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു അയാളുടെ പെരുമാറ്റം. പഠനത്തിനിടയിൽ ഗുസലിനെ പറ്റിയും കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗുസൽ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്നതിനെ അഥവാ കുളിക്കുന്നതിനെയാണ്. അതിനും ഇസ്ലാമികമായ ഒരു രീതിയുണ്ട്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് ശേഷവും രക്തം പോലുള്ള അഴുക്കുകളായാലും മറ്റു ചില പ്രത്യേക സാഹചര്യങ്ങളിലുമൊക്കെ ഗുസൽ പ്രവർത്തിക്കണം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രത്യേകിച്ചും കുളിക്കുന്നൊരു രീതിയാണ്. കുട്ടികൾ അതിനായി കയറിയപ്പോ മറീന മാത്രം മാറി നിന്നു. മറീന മാറി നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഇതെല്ലാം പഠിപ്പിക്കുന്ന നേരത്തെ മറീനയെ വീട്ടിലേക്ക് പിന്തുടർന്നിരുന്ന വൃദ്ധനായ മനുഷ്യൻ നോക്കിക്കണ്ടിരുന്നു. ഗുസൽ പെർഫോം ചെയ്യാൻ അയാൾ മറീനയോട് ആവശ്യപ്പെട്ടു. പക്ഷെ തന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മറീന ഒഴിഞ്ഞുമാറാൻ നോക്കി. നീ ഇത് പ്രവർത്തിച്ചേ പറ്റൂ എന്നയാൾ പറഞ്ഞപ്പോ മറ്റു വഴിയില്ലാതെ മറീനയ്ക്ക് വസ്ത്രമൂരി വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അവിടുള്ളവർ മറീനയെ നോക്കിക്കണ്ടു. ഇവനെ കണ്ടാൽ ഒരു ഹൂറിയെ പോലുണ്ടല്ലോ എന്നായിരുന്നു അയാളുടെ കമന്റ്. എസ്പാണ്ടിയും ഭയപ്പെട്ടിരുന്നു. മറീനയുടെ യഥാർത്ഥ ഐഡന്റിറ്റി അയാൾക്ക് മനസ്സിലാവുമോ? എസ്പാണ്ടി മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോ കുട്ടികൾ മറീനയുടെ പിന്നാലെ കൂടാൻ തുടങ്ങി. മറീന ഒരു പെൺകുട്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു അത്. എസ്പാണ്ടി പക്ഷെ അവരെ തടഞ്ഞു. ഇവനൊരു ആൺകുട്ടി തന്നെയാണ് എന്നുറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും അതോടെ മറീനയുടെ പേര് ചോദിച്ചു. എസ്പാണ്ടി ഒസാമയെന്നായിരുന്നു അവളുടെ പേര് പറഞ്ഞത്. ഒരു തരത്തിൽ അന്ന് കുട്ടികളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ മറീനയ്ക്ക് കഴിഞ്ഞു. അവിടെ നിന്നും അവൾ കരീമിന്റെ കടയ്ക്കടുത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോ കട അടച്ചിട്ടിരിക്കുന്നു. എന്താ സംഭവിച്ചതെന്നറിയില്ല. അയൽവക്കക്കാരൻ അടുത്തെത്തി അവൾ കരീമിനെ
കരീമിനെ പറ്റി ചോദിച്ചു. കരീം പാകിസ്ഥാനിലേക്ക് കടന്നുപോയി കുടിയേറ്റം ചെയ്തു എന്നായിരുന്നു അവൾക്ക് അറിയാൻ സാധിച്ചത്. മറീന ആകെ തളർന്നു. വീട്ടിലെത്തിയവൾ അമ്മയോട് ദുഃഖത്തോടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ അവളെ കുറച്ച് ആശ്വസിപ്പിച്ചു. അന്നവരുടെ അടുത്ത് ഒരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോവാൻ അവർ തീരുമാനിച്ചു. കുറച്ച് ഭക്ഷണം കിട്ടുമല്ലോ. വിവാഹമായതുകൊണ്ട് അവിടെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. താലിബാൻ ഭരണത്തിന് മുമ്പുള്ള രീതിയിലായിരുന്നു ചടങ്ങുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആ സമയം വിവാഹം കഴിക്കുന്ന പുരുഷനില്ല. അയാൾ ഇറാനിൽ യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വിവാഹ ചടങ്ങുകൾ മുമ്പോട്ട് പോകുന്നു. സ്ത്രീകളൊക്കെ കളർഫുൾ വസ്ത്രം ധരിച്ചും മറ്റും അവിടെ തുടരുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു കുട്ടി വന്ന് താലിബാന്റെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞത്. താലിബാൻ നിയമമനുസരിച്ച് അവിടെ പാട്ടുപാടുന്നതും ഡാൻസ് കളിക്കുന്നതുമൊക്കെ നിയമവിരുദ്ധമാണ്. ഉടനടി സ്ത്രീകൾ എല്ലാവരും ബുർക്കയെടുത്ത് ധരിച്ചു. വാദ്യോപകരണങ്ങളും മറ്റും വേഗത്തിൽ ഒളിപ്പിച്ചു. താലിബാൻ പിന്നാലെ ആ വീടിന്റെ വാതിലിൽ മുട്ടി. അവിടുത്തെ വീട്ടുകാരൻ വാതിൽ തുറന്നു. എന്താ ശബ്ദവും ബഹളവും എന്ന മട്ടിൽ താലിബാൻ ചോദിച്ചപ്പോ എന്റെ അമ്മ മരിച്ചെന്നും അതിന് വന്ന സ്ത്രീകൾ വിലപിക്കുന്നതാണ് എന്നും അയാൾ നുണ പറഞ്ഞു. സംശയം തോന്നിയ താലിബാൻ അകത്തു ചെന്ന് നോക്കി. സ്ത്രീകളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബുർക്ക ധരിച്ചിട്ടുമുണ്ട്. വിവാഹ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് എന്ന് താലിബാന് മനസ്സിലായതേയില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ആ വീട്ടുകാർ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം മദ്രസയിലേക്ക് മറീനയ്ക്ക് വീണ്ടും എത്തിപ്പെടേണ്ടി വന്നു. അവിടെ വെച്ച് അവിടെയുള്ള കുട്ടികളൊക്കെയും മറീനയെ പെണ്ണെന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. വട്ടം കൂടിയുള്ള ആ കളിയാക്കലിൽ മറീന വല്ലാതെ പേടിച്ചു. ഒടുവിൽ അവൾ കരഞ്ഞു. എസ്പാണ്ടിയെ വിളിച്ച് അവൾ കരഞ്ഞപ്പോ എസ്പാണ്ടി ഓടിയെത്തി അവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരെ തള്ളിമാറ്റി അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇവളൊരു പെൺകുട്ടിയല്ല എന്ന് എസ്പാണ്ടി പറഞ്ഞെങ്കിലും കളിയാക്കുന്ന കുട്ടികൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതോടെ കുട്ടികൾ ഒരു കണ്ടീഷൻ വെച്ചു. ഒസാമയോട് ഈ മരത്തിന്റെ മുകളിൽ കയറാൻ പറ, എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അവള് പെൺകുട്ടിയല്ലെന്ന്. മറ്റു വഴിയില്ലാതെ ഒസാമ എന്ന മറീന ആ മരത്തിന്റെ മുകളിലേക്ക് കയറി. പക്ഷെ മുകളിലെത്തിയപ്പോഴോ അവൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. തൊട്ട് പുറകെയായിരുന്നു മുല്ലയും ആ വൃദ്ധനായ മനുഷ്യനും അങ്ങോട്ടേക്ക് വന്നത്. കുട്ടികളെ അവർ ഓടിച്ചു. മുല്ലയ്ക്കും വൃദ്ധനായ മനുഷ്യനും അതോടെ ഉറപ്പായി കഴിഞ്ഞിരുന്നു അവളൊരു പെൺകുട്ടിയാണ്. അതോടെ അവളെ അവർ ചെറിയൊരു കിണറിനകത്തേക്ക് കെട്ടിത്തൂക്കി. അവളെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മയെ വിളിച്ചു മറീന ഒരുപാട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവർ അവളെ ആ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. അവളുടെ കാലിലൂടെ രക്തമൊലിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആർത്തവം വന്നിരിക്കുന്നു. അതോടെ അവൾ ഒരു പെൺകുട്ടിയാണ് എന്ന കാര്യം അവിടെയുള്ളവർക്ക് പൂർണ്ണമായി മനസ്സിലായി. പേടിച്ച മറീന അവിടെ നിന്ന് ഓടാൻ ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അവളെ പിടിക്കാൻ അവളുടെ പിന്നാലെയോടി. ഇതൊക്കെ കണ്ട് എസ്പാണ്ടി മാറി നിന്ന് കരയുന്നുണ്ടായിരുന്നു. അവൻ അവളെ രക്ഷിക്കാൻ സഹായിക്കാൻ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. മറീന പിന്നാലെ താലിബാന്റെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. മറ്റു സ്ത്രീകളും ആ ജയിലിൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പിടികൂടിയ വിദേശിയായ ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു. മറീനയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞിരുന്നു. താൻ ജയിലിലാണെന്ന കാര്യം തന്റെ അമ്മ പോലും ഇപ്പോൾ അറിഞ്ഞിരിക്കില്ലല്ലോ എന്നതോർത്തായിരുന്നു അവളുടെ വിഷമം. മുല്ലയുടെയൊക്കെ മുമ്പിൽ അവൾ അനാഥയാണല്ലോ. അടുത്ത ദിവസം വിചാരണ നടക്കാൻ പോവുകയാണ്. ഓരോരുത്തരെയായി താലിബാൻ നേതാവിന്റെ വിചാരണ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. വിധി കേൾക്കാൻ നിരവധി താലിബാൻ മെമ്പേഴ്സും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ആദ്യമായി വിധി കൽപ്പിച്ചത് പിടികൂടപ്പെട്ട ആ ജേർണലിസ്റ്റിനായിരുന്നു. താലിബാന്റെ കാര്യങ്ങളും വീഡിയോസും രഹസ്യമായി ഷൂട്ട് ചെയ്തെടുത്ത ജേർണലിസ്റ്റിന് വധശിക്ഷ വിധിക്കപ്പെട്ടു. ഉടനടി അത് നടപ്പിലാക്കുകയും ചെയ്തു. അടുത്തതായി പിടികൂടപ്പെട്ട ആ ഡോക്ടറായിരുന്നു. താലിബാനെതിരെ കുറ്റങ്ങൾ പറഞ്ഞു. നിയമപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചില്ല എന്നതൊക്കെയായിരുന്നു അവർക്ക് മേലുള്ള കുറ്റം. അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിച്ചു. ആ വിധിയും വൈകാതെ നടപ്പിലാക്കപ്പെട്ടു. അടുത്തതായി മറീനയുടെ ഊഴമെത്തി. ആ സമയം മദ്രസയിലെ ആ വൃദ്ധനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. താലിബാൻ നേതാവിനടുക്കൽ ചെന്ന് അയാൾ എന്തോ പറഞ്ഞു. പിന്നാലെ മറീനയുടെ കേസിൽ വിധി വന്നു. വൃദ്ധനായ ആ മനുഷ്യന് മറീനയെ വിട്ടുകൊടുത്തു. അവൾ അനാഥയാണെന്നും അവളെ താൻ വിവാഹം കഴിച്ചോളാം എന്നും അയാൾ പറഞ്ഞപ്പോഴായിരുന്നു അത്തരത്തിൽ ആ താലിബാൻ നേതാവ് വിധി കൽപ്പിച്ചത്. വിധി കേട്ടതും മറീന കരഞ്ഞു. എനിക്ക് ഇയാളുടെ ഒപ്പം പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ കരച്ചിലിനോ അവളുടെ പറച്ചിലിനോ അവിടെ ഒരു വിലയുമുണ്ടായിരുന്നില്ല. മറീനയെ ആ വൃദ്ധൻ കൂട്ടിക്കൊണ്ടുപോയി. ആ വൃദ്ധൻ മറീനയുമായി തന്റെ വീട്ടിലെത്തി. വീടിന്റെ വാതിൽ തുറന്നു. വലിയ താഴിട്ട് പൂട്ടിയ ആ വീടിന്റെ വാതിൽ അയാൾ തുറന്നു. മറീന അയാൾക്കൊപ്പം അകത്തേക്ക് കയറി. തനിക്കിനി ഇവിടെ നിന്നും പുറത്തൊരിക്കലും കടക്കാനാവില്ല എന്ന ആ സമയം മറീന തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അകത്തെത്തിയപ്പോഴോ അവിടെ ആ വൃദ്ധന്റെ മറ്റു 3 ഭാര്യമാർ കൂടിയുണ്ട്. മറീനയെ ആ വീടിനകത്താക്കി വാതിലും പൂട്ടി അയാൾ അവിടെ നിന്ന് പോയി. ആ വൃദ്ധന്റെ 3 മുൻഭാര്യമാരും അവരുടെ മക്കളുമൊക്കെ അവിടെ തങ്ങി നിൽക്കുന്നു. വൃദ്ധൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവർ മറീനയെ ആദ്യരാത്രിക്ക് വേണ്ടി അണിയിച്ചൊരുക്കാൻ തുടങ്ങി. വൃദ്ധനായ ആ മനുഷ്യൻ മറീനയെ പോലെ തന്നെ പല ചതികളിലൂടെയുമായിരുന്നു അവിടെയുള്ള മറ്റുള്ളവരെയും അയാളുടെ ഭാര്യമാരാക്കി ആ വീട്ടിലെത്തിച്ചത്. അവർക്കാർക്കും ആ വൃദ്ധന്റെ കൂടെ
ജീവിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഗതികേട് തന്നെ, രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളുമില്ല. മറീനയെ ഓർത്ത് അവർക്കൊക്കെ മറീനയോട് സഹതാപം തോന്നി. മറീനയുടെ കയ്യിൽ മൈലാഞ്ചിയിട്ട് കണ്ണെഴുതി മറീന ആദ്യരാത്രിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു. മറീന കണ്ണടിയിൽ നോക്കി. പെണ്ണായി ജനിക്കുന്നത് തന്നെ എത്ര വലിയ ശാപമാണെന്നോർത്തു. ആ 3 സ്ത്രീകൾക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിവുണ്ടായിരുന്നില്ല. മറീനയെ ഇറക്കിവിടാൻ വരെ അവർ ശ്രമിച്ചെങ്കിലും വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഒന്നും തന്നെ ചെയ്യാനില്ല. സമയം രാത്രിയായി. വൃദ്ധൻ തിരികെ വന്നു. എത്തിയപാടെ അവർ അവിടെ ഉണ്ടായിരുന്ന ഭാര്യമാരെയും മക്കളെയും അവർക്കായി തയ്യാറാക്കിയിട്ടുള്ള മുറിക്കുള്ളിൽ അടച്ചുപൂട്ടി. ഓരോ രാത്രിയിലും അയാൾ അത് ചെയ്യാറുണ്ട്. ഭാര്യമാരെയും മക്കളെയും ഓരോ മുറികളിലാക്കി പൂട്ടും. പിന്നാലെ അയാൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അയാൾ പേടിച്ച് മറീന ഭക്ഷണമുണ്ടാക്കുന്ന കുഴിയിലിറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ വൃദ്ധൻ അവളെ കണ്ടെത്തി ആ കുഴിയിൽ നിന്നും അവളെ പൊക്കിയെടുത്തു. പിന്നാലെ തന്റെ കയ്യിലുള്ള താക്കോൽ കൂട്ടവും താഴും അവൾക്ക് മുമ്പിൽ കാണിച്ചു. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞു. മറീന കരയുകയായിരുന്നു. അയാൾ തന്നെ അതിൽ നിന്ന് വലിയൊരു താഴും താക്കോലും പുറത്തെടുത്തു. നിനക്കിത് ശരിയായിരിക്കുമെന്ന് പറഞ്ഞു. എല്ലാ പരിധിയും ലംഘിക്കപ്പെടുന്നു. ഒരു പെൺകുട്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊട്ടിക്കരയുന്നു. ഒരാളാകട്ടെ അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ തടസ്സം അവളെ കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം വൃദ്ധനായ ആ മനുഷ്യൻ പുറത്തേക്ക് വന്നു. വെള്ളത്തിൽ മുങ്ങി ഗുസൽ അയാൾ പ്രവർത്തിച്ചു. നേരത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അതേ കാര്യം തന്നെ. ശാരീരിക ബന്ധം കഴിഞ്ഞാൽ ഗുസൽ നിർബന്ധമാണെന്നത് അയാളത് പ്രവർത്തിക്കുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ കൃത്യമായി കാണിച്ച ഈ ചലച്ചിത്രം യഥാർത്ഥ സംഭവകഥകളെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ടതാണ്. മികച്ച വിദേശ ചലച്ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് അടക്കം നിരവധി അവാർഡുകൾ ഈ ചലച്ചിത്രം സ്വന്തമാക്കിയിരുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.